യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ആനിമേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് മില്യൺ കണക്കിന് വ്യൂ ഉള്ള ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെ നമുക്ക് ഇതുപോലത്തെ ആനിമേഷൻ ക്യാരക്ടറിനെ വെച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു വീഡിയോ നമുക്ക് കാണിക്കുന്നത്. ഞാൻ വീണ്ടും പരാജയപ്പെട്ടു. കുഴപ്പമില്ല, ഒരു റബ്ബർ പന്ത് പോലും തിരികെ ഉയരുന്നതിന് മുമ്പ് നിലത്ത് പതിക്കേണ്ടതുണ്ട്. ഇതുപോലത്തെ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അഡോബിൻ്റെ എക്സ്പ്രസ് ആണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ആനിമേഷൻ ഫ്രം ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ക്യാരക്ടറും ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് മുമ്പ് നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റിന് വേണ്ടി നമ്മൾ ChatGPT ആണ് യൂസ് ചെയ്യുന്നത്. ChatGPT വരിക. ChatGPT വന്ന ശേഷം നിങ്ങൾ പറയുക യൂട്യൂബ് ഷോർട്സിന് വേണ്ടി ജോക്സ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് വേണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ക്യാരക്ടർ വേണം, അതായത് ഇപ്പോൾ 2 ക്യാരക്ടറാണ് 2 ക്യാരക്ടർ, 3 ക്യാരക്ടറാണ് 3 ക്യാരക്ടർ, അവരുടെ ഡയലോഗ് കൂടെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡയലോഗ് ഉൾപ്പെടെ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും ChatGPT-ന്ന്. ഇനിയിപ്പം നമുക്ക് ഇതിനെ ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മലയാളത്തിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നറക്കിട്ട് എന്ന് പറയുന്ന സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ മലയാളത്തിൽ കൺവേർട്ട് ആയി വരുന്നതായിരിക്കും. മലയാളത്തിൽ നമുക്ക് 4 വോയിസ് ആണ് കിട്ടുന്നത്. 2 മെയിൽ വോയിസും 2 ഫീമെയിൽ വോയിസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം നറക്കിട്ട് വന്ന ശേഷം നമ്മൾ മലയാളം സെലക്ട് ചെയ്യാം. മലയാളം സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ 4 സൗണ്ട് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൗണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ChatGPT വന്ന് നമ്മുടെ ആ സ്ക്രിപ്റ്റിൻ്റെ ഓരോ ഡയലോഗ് എടുത്ത ശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വന്ന് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് മലയാളത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. മലയാളത്തിൽ കിട്ടിയ അത് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ വീണ്ടും നറക്കിയിട്ട് വന്ന് നമ്മളത് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും എടുക്കുകയില്ല. ഒരു 10-40 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് അത് ഓഡിയോയിലേക്ക് കൺവേർട്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കേട്ട് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സിൻ്റെ സൗണ്ടുകൾ വേറെ സൗണ്ടുകൾ കൊടുത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എത്ര ക്യാരക്ടർ ഉണ്ടോ, 2 ക്യാരക്ടറാണ് 2 ക്യാരക്ടറിൻ്റെ, അല്ലെങ്കിൽ 3 ക്യാരക്ടറാണ് 3 ക്യാരക്ടറിൻ്റെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി സേവ് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും അഡോബി വന്ന് നമുക്ക് ക്യാരക്ടർ സെലക്ട് ചെയ്യണം. അതിനുവേണ്ടി യൂട്യൂബ് ഷോർട്സ് സൈസ് വന്നിട്ട് ഞാൻ യൂട്യൂബ് ഷോർട്സിൻ്റെ സൈസ് എടുത്ത് അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബാക്ക്ഗ്രൗണ്ട് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്ത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഗ്രീൻ സ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ മാറ്റാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടി. അതിനുശേഷം ഇവിടെ ക്യാരക്ടർ നോക്കുക. ക്യാരക്ടർ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മെയിൽ ക്യാരക്ടർ, ഫീമെയിൽ ക്യാരക്ടർ, അതുപോലെ പല ആനിമൽസിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ഡേറ്റ് ആകുന്നുണ്ട്, പുതിയ ക്യാരക്ടേഴ്സ് ആകുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത സൗണ്ട് കൊടുക്കും. അതിനുവേണ്ടി ഇവിടെ ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഓരോ ഫയലും, അപ്പോൾ ഓരോ ക്യാരക്ടറിൻ്റെ ഓരോ ഫയലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു മിനിറ്റിന് താഴെ വെയിറ്റ് ചെയ്താൽ മതി. വെയിറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ക്യാരക്ടർ ഞാൻ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും ഞാൻ റീപ്ലേസ് ഓഡിയോ എന്നുള്ള കൊടുത്തിട്ട് ബ്രൗസ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിൻ്റെ എന്ത് സൗണ്ടാണോ ആ സൗണ്ട് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി ഇമേജ് വേണം. അതിനുവേണ്ടി നമ്മൾ വരുന്നത് Leonardo.ai എന്ന് പറയുന്ന ഫ്രീ സൈറ്റാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്, നിങ്ങളുടെ എന്ത് റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി ഇമേജ് ക്രിയേഷൻ എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം. എന്ത് പ്രോംപ്റ്റാണ് വേണ്ട പ്രോംപ്റ്റ് നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക. നമുക്ക് 4 ഇമേജ് ആയിട്ടാണ് കിട്ടുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അതിനെക്കുറിച്ച് പുതിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഇമേജസ് വരുന്നതായിരിക്കും. ഇമേജസ് വന്ന ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമേജ് ഏത് ഇമേജാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ ഇമേജ് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ഇനി നമ്മൾ നമ്മുടെ വീഡിയോക്കകത്ത് ഈ ഇമേജും അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ സ്ക്രീനൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും എഡിറ്റിംഗ് ടൂൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫിലിമോറയ്ക്കകത്ത് വന്ന ശേഷം ഞാൻ ക്ലിപ്സുകളെല്ലാം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് അതിനുശേഷം അതിൻ്റെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് Leonardo.ai എന്നുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്ത് അത് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഗ്രീൻ സ്ക്രീൻ നിങ്ങൾക്ക് മാറ്റാം. സിമ്പിളായിട്ട് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. അത് പല ആപ്ലിക്കേഷൻ വ്യത്യസ്തമായിട്ടായിരിക്കും. അതിനകത്ത് ഗ്രീൻ സ്ക്രീൻ നിങ്ങൾക്ക് മാറ്റി നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് എല്ലാ വീഡിയോ ക്ലിപ്പും കറക്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ കാർട്ടൂൺ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും.
സാധിക്കും. പിന്നെ സൗണ്ട് മാക്സിമം നിങ്ങൾ തന്നെ കൊടുക്കാൻ നോക്കുക. AI ഉപയോഗിക്കാതെ നിങ്ങൾ തന്നെ സൗണ്ട് മാക്സിമം കൊടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോപ്പറേറ്റ് ഇഷ്യൂ വരുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഷോർട്സിലിട്ട് ഒരുപാട് വ്യൂസ് കിട്ടുന്നുണ്ട്. നല്ല നല്ല ജോക്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ കിഡ്സിന് വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ തീർച്ചയായും നല്ല വ്യൂസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായും ഇതുപോലത്തെ AI ടൂൾസ് ഒക്കെ തീർച്ചയായും യൂസ് ചെയ്യണം. കാരണം ഇതുപോലത്തെ നമുക്ക് ഒരുപാട് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല പ്രോ വെർഷനിലുള്ള നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അതുപോലെ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും അതുപോലെ വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.